ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് തനിക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. മാത്രമല്ല, തൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും കൂടുതൽ നന്മകൾ ലഭിക്കുവാനും അയാൾ ആഗ്രഹിക്കും. തൻ്റെ നന്മകളെ ഒരു കാരണവശാലും അയാൾ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കാരണം ആ ഒരു നന്മ വിട്ടുകൊടുത്താൽ തനിക്കതൊരു നഷ്ടമായി തീരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു ലോകമാണ് ഖിയാമത്ത് നാൾ. അന്ന് ആരും അവരുടെ നന്മകൾ മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുകയില്ല. അത് സ്വന്തം മാതാപിതാക്കൾക്കാണെങ്കിൽ പോലും, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ നന്മയിൽ നിന്ന് നമ്മൾ പകുത്തു കൊടുക്കുകയില്ല. നമ്മുടെ ഉപ്പാക്ക് നമ്മൾ കൊടുക്കുകയില്ല. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആർക്കും തന്നെ നമ്മുടെ നന്മകൾ നമ്മൾ പങ്കുവെക്കുകയില്ല. സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫല നാളിനെക്കുറിച്ച് പറയുന്നത് വമാ അദ്റാക മാ യൗമുദ്ദീൻ. ആ പ്രതിഫല നാൾ എന്താണെന്ന് നബിയെ താങ്കൾക്ക് എന്തറിയാം? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. വീണ്ടും ആ പ്രതിഫല നാൾ എന്താണെന്ന് നബിയെ താങ്കൾക്ക് എന്തറിയാം? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ. അന്നേ ദിവസം ഒരാളും മറ്റൊരാൾക്ക് ഒന്നും ഉടമപ്പെടുത്തി കൊടുക്കാത്ത ദിവസമാണത്. ഒരു നിലക്കും മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് കഴിയില്ല. വൽ അംറു യൗമ ഇദില്ലില്ലാഹ്. അന്ന് എല്ലാ കാര്യങ്ങളുടെയും അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അപ്പോൾ എത്ര അടുത്ത ആളുകളാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരു ദിവസമാണ് ഖിയാമത്ത് നാൾ അഥവാ വിചാരണയുടെ ദിവസം. അന്ന് മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അവർ ഓടി അകലുമെന്നാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. അന്നേ ദിവസം ഒരു വ്യക്തി തൻ്റെ സഹോദരനിൽ നിന്നും, തൻ്റെ ഉമ്മയിൽ നിന്നും, ഉപ്പയിൽ നിന്നും, തൻ്റെ കൂട്ടുകാരിയിൽ നിന്നും, തൻ്റെ മക്കളിൽ നിന്നും ഓടി അകലുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം തന്നെ ധാരാളമുണ്ടാകുമെന്നാണ്. മറ്റൊരാളെ പരിഗണിക്കാൻ കഴിയില്ല. അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും. അവർ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, അവർക്ക് ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ എൻ്റെ നന്മയിൽ നിന്ന് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. അപ്പോൾ അത്രക്ക് ഭയാനകരമായ മഹ്ശറിൽ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നമ്മൾ നമ്മുടെ നന്മ വിട്ടുകൊടുക്കുകയില്ലെങ്കിൽ അറിയുക, ശ്രദ്ധിക്കുക, ഭൂമിയിൽ വച്ച് നമ്മൾ ചെയ്ത നന്മകൾ നാം വെറുപ്പ് കാണിച്ച ആളുകൾക്ക് വരെ ഖിയാമത്ത് നാളിൽ വിട്ടുകൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാത്തത് ശത്രുക്കൾക്കൊരു പക്ഷേ, അഥവാ നമ്മൾ ശത്രുക്കളായി കരുതിയവർക്കൊരു പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. എപ്പോഴാണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസ്. പാപ്പരായി പോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു. അവർ ചോദിച്ചു, അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ പാപ്പരായ ആളുകളായിട്ട് മനസ്സിലാക്കുന്നത് ദീനാറും ദിർഹവും ഒന്നുമില്ലാത്ത, ഒരു ജീവിത വിഭവങ്ങളുമില്ലാത്ത, അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കാണ് ഞങ്ങൾ മുഫ്ലിസുകൾ, പാപ്പരായവർ എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി കൊടുത്തു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി. എന്നാൽ അറിയുക, യഥാർത്ഥത്തിൽ എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവൻ ദീനാറും ദിർഹവും നഷ്ടപ്പെടുന്നവനല്ല. പിന്നെയോ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. ഖിയാമത്ത് നാളിൽ അയാൾ വരും, ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നന്മകളൊക്കെ ആ വ്യക്തിയുടെ കൈകളിലുണ്ട്. പക്ഷേ വയഅതി ഖദ് ശതമ ഹാദാ. എന്നാൽ അയാൾ വരുന്നത്, ചില ആളുകൾ അയാൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വഖദഫ ഹാദാ. ചില ആളുകളെ സംബന്ധിച്ച് ആരോപണം നടത്തിയിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ലൈംഗിക വിശുദ്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയത്തിൽ ആളുകളെക്കുറിച്ച് അയാൾ സംസാരിച്ചിട്ടുണ്ട്. വഅകല മാല ഹാദാ. ചില ആളുകളുടെ ധനം അന്യായമായി എടുത്തിട്ടുണ്ട്, അർഹതപ്പെടാത്തത് അയാൾ എടുത്തിട്ടുണ്ട്. വസഫക ദമ ഹാദാ.
വേറെ ചില ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, അഥവാ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. വദറബ ഹാദ, ചില ആളുകളെ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്മകൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സന്ദർഭത്തിൽ മറ്റുള്ളവരെ ചീത്ത പറയുക, അതേപോലെ തന്നെ പതിവ്രതകളായ ആളുകളെ സംബന്ധിച്ച് ദുരാരോപണം പറയുക, വ്യഭിചാരാരോപണം പറയുക, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് കുറ്റം പറയുക, ഗീബത്ത് പറയുക, അന്യായമായി ധനം മറ്റൊരാളുടേത് അപഹരിക്കുക, രക്തം ചിന്തുക, ആളുകൾ അന്യായമായി അടിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നാം ഭൂമിയിൽ വെച്ച് ഒരാളെ ചീത്ത പറയുമ്പോൾ, അടിക്കുമ്പോൾ, അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ആ ആളുകൾക്ക് നമ്മുടെ നന്മകൾ അള്ളാഹു എടുത്തു കൊടുക്കും. ഫയുഅതാ ഹാദാ മിൻ ഹസനാതി വഹാദാ മിൻ ഹസനാതി, അയാൾ ഉപദ്രവിച്ച എല്ലാ ആളുകൾക്കും തൻ്റെ നന്മയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഫഇൻ ഫനിയത് ഹസനാതുഹു, ഇനി ആ വ്യക്തി ചെയ്ത നമസ്കാരവും നോമ്പും സക്കാത്തും അതിൻ്റെ പ്രതിഫലമൊക്കെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ആ നന്മകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി, അയാൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിൻ്റെ ആ കണക്ക് തീരുന്നതിന് മുമ്പ് നന്മകൾ തീർന്നാലോ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, ഈ വ്യക്തി ഉപദ്രവിച്ച ആളുകളുടെ തിന്മകളൊക്കെ പിന്നീട് ഇയാൾക്ക് നൽകപ്പെടും. അങ്ങനെ ഈ വ്യക്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ട മക്കളുണ്ട്, ഇണകളുണ്ട്, അവർക്കൊന്നും നമ്മുടെ നന്മകൾ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല ഖിയാമത്ത് നാളിൽ. പക്ഷേ നമ്മുടെ നന്മകളൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോകും. എപ്പോഴാണ് അവരത് കൊണ്ടുപോകുന്നത്? നാം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ധനം അന്യായമായി നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ ആരോടെല്ലാം നമ്മൾ അതിക്രമവും അനീതിയും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നന്മകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാത്തത് ശത്രുക്കൾക്കൊരു പക്ഷേ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ലോകമാണ് ഖിയാമത്ത് നാൾ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് തീർക്കുന്നത് ദീനാർ കൊണ്ടും ദിർഹം കൊണ്ടുമല്ല എന്നാണ്. നന്മകൾ കൊണ്ടാണ് അല്ലാഹു കണക്ക് തീർക്കുന്നത്. നന്മ തിന്മകൾ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപാടുകൾ തീർക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലോകത്തെ ഞാനും നിങ്ങളും ഭയപ്പെടുക. നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് പാപ്പരായി, മാത്രമല്ല അവരുടെ തിന്മകൾ വരെ നമ്മുടെ പിരടിയിൽ കെട്ടിവെക്കപ്പെട്ട് അങ്ങനെ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അതിദയനീയമായ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് വളരെ ഭയാനകരമാണ്. അതുകൊണ്ട് അപ്രകാരം സംഭവിക്കാതിരിക്കാൻ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ഈ പറയപ്പെട്ട തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ ചെയ്യണം. എങ്കിലേ ഈ ഒരു പാപ്പരായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.